മറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളാണ്. എന്റെ കാല് തന്നെ ഞാൻ അതിന്റെ ഉള്ളിലേക്ക് വീണു. കാല് തന്നെ വീണാണോ അത്? ആ അതെ, കാല് സ്ലിപ്പായി വീണതാണ്. ആ സിനിമയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. സിനിമയിലേക്ക് ഒന്ന് കുറെ കൂടെ അങ്ങ് താഴെ പോയെന്ന് തോന്നുന്നു അല്ലേ? ഇല്ല, സുഭാഷ് പോയതിന് എത്രയൊക്കെ പോയുള്ളൂ? ഏകദേശം. സുഭാഷ് എത്ര മീറ്റർ താഴെ പോയി? ഞാൻ 90 അടി. 90 അടി താഴെ പോയി. 90 അടി താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ മേലോട്ടൊന്നും കാണാനില്ലല്ലോ. ഇല്ല, അല്ലെങ്കിൽ അത് നേരെയുള്ള ഒരു ഇതല്ലല്ലോ, അത് ഇങ്ങനെ ഒന്നും കാണാനില്ല. അത് ഒരഞ്ഞങ്ങ് ഇറങ്ങിപ്പോയതാണോ? അവിടെ ഇവിടേക്ക് ഇടിച്ച് വീഗാലാൻഡിൽ നമ്മൾ യാത്ര ചെയ്യൂലേ മറ്റേ ഇതില്, അതിലൂടെ അതേപോലെ അവിടെ ഇവിടേക്ക് ഇടിച്ച് അങ്ങോട്ട് പോയി. പിന്നെ എവിടെ പോയി പിടിച്ചു നിന്നു? ജീൻസിലേക്ക് ഒരു പാറ കുത്തി കയറിയിട്ട് അതിലാണ് ഹുക്ക് ചെയ്ത് നിന്നു. അതിൽ തൂക്കിടന്നല്ലേ? അപ്പൊ ജീൻസ് ആണോ ഉപകരിച്ചത്? അതെ. അവിടെ ചെന്ന് തങ്ങി നിന്നു. നിന്നപ്പോ പിന്നെ നിലവിളിച്ചു? ഇല്ല, അപ്പൊ ബോധം പോയി. ബോധം പോയോ? ബോധം പോയി. പിന്നെ നമ്മുടെ കൂട്ടുകാരന്റെ വിളിച്ചോണ്ടേയിരുന്നു, ഒരു സൗണ്ട് കൂടുതലുള്ള ഒരു കൂട്ടുകാരനുണ്ടല്ലോ, സിക്സൻ എന്ന് പറഞ്ഞ. ഓക്കെ. ഇത്ര നേരം അവിടെ നിന്ന് കാണും ആ കുളത്തില്? അറിയില്ലല്ലേ, ബോധമില്ല. അത് പിന്നീട് ബോധം വന്നു, അവന്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ. പുള്ളിയുടെ വിളിയാണോ? അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു? സിക്സന്റെ വിളിയാണ് നമ്മളെ ഉണർത്തിയത്. അതെ അല്ലേ? അപ്പൊ നമ്മൾ ഉണർന്നു. ഇനിയിപ്പോ ഇദ്ദേഹത്തിന്റെ ഊഴം വരുന്നു. അപ്പൊ സിജുവിന് ശരിക്കും എപ്പോഴാണ് ഇത് ഇറങ്ങാൻ തീരുമാനിച്ചത്? കാര്യം ഇത് സാധാരണ ആരും സമ്മതിക്കത്തില്ലല്ലോ ഈ ഗുഹയ്ക്കകത്തോട്ട് ഇറങ്ങാൻ. കാര്യം പോയവര് പോയി, പിന്നെ നമ്മുടെ തടിയും കൂടെ കേടാക്കണ്ട എന്നാണല്ലോ പൊതുവെ വരുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ സൗഹൃദത്തിന്റെ ഏറ്റവും വലിയ ഓർമ്മയായിട്ട് മലയാളികൾ സ്മരിക്കുന്ന സംഭവമായത്. ഇത് പോയി കഴിഞ്ഞിട്ടും ഇവര് പോലീസുകാരും ഫയർഫോഴ്സ് ഒക്കെ വന്നിട്ടെങ്കിലും അവര് ഇറങ്ങാൻ തയ്യാറാണ്ടാന്നില്ല. കയറ് താഴത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് കയറുവാന്ന് പറഞ്ഞുകൊണ്ടിരിക്കണായിരുന്നു. പക്ഷെ അങ്ങനെ കുറെ നേരം ചെയ്തുകൊണ്ടിരിക്കണേ അവര്. പോലീസുകാരും ഫയർഫോഴ്സുകാരും എല്ലാവരും ഉണ്ടായിരുന്നു, ഫോറസ്റ്റുകാർ എല്ലാവരും ഉണ്ടായിരുന്നു. അവര് ഇറങ്ങാണ്ട് വന്നപ്പോഴും ഞാൻ അവരടുത്ത് പറഞ്ഞ് ഞാൻ ഇറങ്ങിക്കൊള്ളാന്ന് പറഞ്ഞു. പക്ഷെ ആദ്യം അവര് സമ്മതിച്ചില്ല. പിന്നെ അവിടുത്തെ നാട്ടുകാരൊക്കെ ഇത്തിരി പ്രഷർ ചെയ്യാൻ തുടങ്ങി. കാരണം ഫയർഫോഴ്സ് ഉണ്ടല്ലോ, അവരടുത്ത് ഇറങ്ങണമെന്നും പറഞ്ഞുകൊണ്ട് ആളുകളൊക്കെ അവരടുത്ത് ഇറങ്ങണമെന്നും പറഞ്ഞുകൊണ്ട് ആളുകൾ ഒച്ചപ്പാട് തുടങ്ങിയപ്പോഴും അവര് എന്നാ എന്റെ അടുത്ത് ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞു. അപ്പൊ സിജുവിന്റെ വേഷം എന്താ? അപ്പോ പാന്റും ഷർട്ടായിരുന്നു. ഇറങ്ങാൻ പറ്റുന്ന അവസ്ഥയായിരുന്നു ആ ഗുഹയ്ക്കകത്ത്? ആ സമയത്ത് ഇറങ്ങാൻ പറ്റണ അവസ്ഥ ഒന്നും നോക്കുന്നില്ല. എങ്ങനെയെങ്കിലും ഇവരെ രക്ഷിക്കണം എന്നുള്ള ഒരു ചിന്തപ്പാടുന്നുള്ളൂ.